ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ പതിനായിരങ്ങൾ പിടഞ്ഞുകൊണ്ട് വിശപ്പനുഭവിച്ചുകൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ വിശപ്പനുഭവിച്ചുകൊണ്ട് പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ലോകം കണ്ട ഏറ്റവും ചെറിയ ഖുതുബക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. അവിടെയുള്ള ആ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖതീബ് പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞാൻ എന്റെ ഖുതുബ ഉപസംഹരിക്കുകയാണ്. എനിക്ക് കഠിനമായ വിശപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഖുതുബ നിർവഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് മക്കൾ ഫതഹ് എന്ന് പറയുന്ന ചരിത്രാധ്യാപനങ്ങളിൽ മക്കയെ പിടിച്ചടക്കിയ ലോകത്തിന്റെ ഭരണാധികാരിയുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ആ മക്കയിലെ നാട്ടുകാർ, അവിശ്വാസികളായ നാട്ടുകാർ, മുസ്ലിമുകളല്ലാത്ത പ്രദേശവാസികൾ മുഹമ്മദിന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് തൂക്കുകയറായിരുന്നു. അതേ മുഹമ്മദ് ഞങ്ങളെ ശിക്ഷിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട് കടത്തും, അല്ലെങ്കിൽ ഞങ്ങളെ മൃഗീയമായി കൊല ചെയ്യപ്പെടും എന്ന് കരുതി മുന്നിലേക്ക് വന്നവരോടാണ് നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, നിങ്ങൾക്ക് ജിസിയ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അമ്പലത്തിൽ പോകാം, നിങ്ങളുടെ പള്ളിയിൽ പോകാം, നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ഇഷ്ടമുള്ളത് കഴിക്കാം എന്ന് പറഞ്ഞ് മാനവികതയുടെ പ്രഖ്യാപനത്തെ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തത്. അവിടെയാണ് അധികാരത്തിന് വേണ്ടി അധസ്ഥിര വിഭാഗത്തിന്റെ നെഞ്ചിലേക്ക് ഈതുപ്പുന്ന തോക്കുണ്ടകളുടെ കുന്തമുറകളെ നമ്മൾ നാട്ടിയെടുക്കുന്ന ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ പ്രവാചക ധ്യാനങ്ങളെ വായിക്കേണ്ടത്.